ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ കയ്യിൽ നിന്ന് ഇന്നെല്ലാം കൈവിട്ടു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. കാരണം എല്ലാവരും കൂടെ കൂട്ടത്തോട് ആക്രമിച്ചൊരു ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആര്യൻ, അതുപോലെ അക്ബർ, നെവിൻ, ലക്ഷ്മി, ഇവരൊക്കെ എല്ലാവരും കൂടെ ആദില, നൂറ, എല്ലാവരും കൂടെ മൊത്തത്തിൽ എല്ലാവരും കൂടെ കൂട്ടത്തോടൊരു ആക്രമണം തന്നെ അനുവിൻ്റെ അടുത്ത് അഴിച്ചു വിട്ടു. അപ്പോൾ അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് താങ്ങാൻ പറ്റിയില്ല, പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് പോയി. കാരണം ലാലേട്ടൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, ആര്യനെ തള്ളുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു കാര്യം, അക്ബർ അനുവിനെ തള്ളുന്ന കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത് ക്യാപ്റ്റൻസി ടാസ്കിലെ സംഭവങ്ങൾ, ക്യാപ്റ്റൻസി ടാസ്കിനകത്തുണ്ടായ സംഭവങ്ങൾ, ഈ നെവിൻ അതിൻ്റെ ഇടയ്ക്ക് കയറി ഈ പ്രശ്നങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയില്ലേ. അപ്പം ഇതെല്ലാം ലാലേട്ടൻ ചോദിച്ചു അനുവിന് പറയാനുള്ള സമയവും ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു അവസരവും ലാലേട്ടൻ കൊടുത്തതാണ്. പക്ഷേ ഒന്നും അനുവിന് പറയാൻ സാധിച്ചില്ല. അത് അനുവിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാൻ പുള്ളിക്കാരിക്ക് അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. കാരണം പുള്ളിക്കാരിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തന്നെയും ഈ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് ഈ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ അത് മുതലെടുത്ത് ഈ പറഞ്ഞിട്ടുള്ളത് അത് മാനിപ്പുലേറ്റ് ചെയ്ത് അത് ന്യായമുള്ള ആൾക്കാരെ വരെ കുറ്റക്കാരനാക്കി ഈ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് അനുവിന് സംഭവിച്ചത്. കാരണം ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം ഒരുപാട് അവസരം കിട്ടി, ഒരുപാട് വട്ടം പറയാനെ കൊണ്ട് അവസരം കിട്ടിയതാണ് പുള്ളിക്കാരിക്ക്. ഈ പറഞ്ഞിട്ടുള്ള ആര്യൻ അക്ബറിനെ പിടിച്ച് തള്ളി, അക്ബർ ഈ പറഞ്ഞിട്ടുള്ള അനുവിനെ വന്ന് ഇടിക്കുന്നതും തള്ളുന്നതൊക്കെ, അതുപോലെ ബസ്സിലെ കാര്യങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയായിരുന്നു. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞില്ല. ടാസ്കിന്റെ കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇതുപോലെ നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻസി ടാസ്കിൽ കളിക്കുന്നതിന് എന്താണ് കുഴപ്പമെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടല്ലോ. എല്ലാവരും അതിന് വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത് പറയാനല്ല. അപ്പൊ അനുവിന് അവിടെ പറയായിരുന്നു, നല്ല വ്യക്തമായിട്ട് പറയാം, അത് ക്ലിയർ ചെയ്ത് പറയായിരുന്നു, പോയിന്റ് ഔട്ട് ചെയ്ത് പറയായിരുന്നു. കാരണം ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട്, ഒരു ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ ആര്യൻ അവിടെ കളിച്ചത്. കാരണം ഈ ഒരു ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആര്യൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നോമിനേഷൻ ഫ്രീ ആവണം, എനിക്ക് ക്യാപ്റ്റൻ ആവണ്ട, നോമിനേഷൻ ഫ്രീ ആയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ടാസ്ക് ആര്യൻ കളിച്ചത്. അപ്പോൾ ആ ടാസ്കിനകത്ത് ഉണ്ടായിട്ടുള്ള ഈ ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരുപാട് ഈ ചൊറിയുന്ന രീതിയിലൊക്കെ, പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ, അതിന് എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ നെവിൻ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് ലാലേട്ടൻ്റെ മുമ്പിൽ അതൊക്കെ അവതരിപ്പിക്കണമായിരുന്നു. കാരണം ലാലേട്ടൻ തന്നെ ഈ അനു ഇങ്ങനെ വിക്കി പറയുന്നുണ്ടപ്പോഴത്തേക്കാണ് അറ്റവും മൂലവും പിടിച്ചുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ, കാരണം പറയാൻ അറിയത്തില്ല. അതാണ് അനുവിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, അതാണ് പുള്ളിക്കാരിക്ക് പറയാൻ അറിയത്തില്ല, പേടിച്ചാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പം ഇതിങ്ങനെ ലാലേട്ടൻ കേട്ടിട്ട് ലാലേട്ടൻ തന്നെ പറയുന്നത് എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല, അനു എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് നെവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം അതും നെവിൻ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇതുപോലെ സംസാരിക്കുന്നുണ്ട്. ഇവർ ഈ ഒരു ടാസ്ക് തീരുമെന്ന് എനിക്ക് തോന്നിയില്ല. ഇവർ ഈ വള്ളിയും പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ ഒരു കുന്തം അതിനകത്ത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ടാസ്കിന്റെ ഇടയിൽ കയറി അങ്ങനെ ചെയ്തതെന്ന് നെവിൻ പറയുന്നുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാപ്റ്റനുണ്ട്, ബിഗ് ബോസ് ഉണ്ട്. ബിഗ് ബോസിന് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ ഇവർക്ക് കൊടുത്ത ആ ഒരു ലാഗ് ഉണ്ടെങ്കിൽ, അവർക്ക് കൊടുത്തൊരു ടാസ്ക് അവിടെ തീരത്തില്ലെന്ന് കാണുമെന്നുണ്ടെങ്കിൽ അതിൽ ബിഗ് ബോസ് ഇടപെട്ടിട്ട് ബിഗ് ബോസിന് ചെയ്യാം. അതിന് നെവിൻ എന്തിനാണ് കയറുന്നത്? അതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയായിരുന്നു, ഈ അനുവിന് അതൊക്കെ പറയായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അതൊന്നും പറഞ്ഞില്ല. അതുപോലെ ക്യാപ്റ്റൻ ഇരിക്കുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ വന്നിട്ട് പോലും പറഞ്ഞാണ് ഇത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്, ഇതിൽ നിന്ന് വിടാൻ വേണ്ടി പറഞ്ഞു. അവസാനം ഈ നെവിൻ, സത്യം പറഞ്ഞാൽ നെവിൻ എന്താണ് പറയുന്നത്? നെവിൻ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് പെട്ടെന്ന് അവർ ഇതാക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ചെയ്ത വേലയാണ്. ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞിട്ടാണ് നെവിനെ അവിടെ നിന്ന് എണ്ണീപ്പിച്ചത്, അല്ലേ? ക്യാപ്റ്റനായ ആദിലെടുത്ത് പറഞ്ഞിട്ടാണ് അവസാനം അവിടെ നിന്ന് നെവിനെ എണ്ണീപ്പിച്ചത്. അപ്പൊ അത്രയും ഒരു ആ ഒരു രീതിയിലെ കോപ്രായങ്ങൾ കാണിച്ചിട്ട് നെവിൻ വന്നിരുന്നിട്ട് ന്യായീകരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം നെവിൻ്റെ ഓരോ കോപ്രായങ്ങൾ, ഒരു എക്സ്പ്രഷൻ, എന്ത് വാടേ നെവിൻ. സത്യം പറഞ്ഞാൽ
ലൈവ് ഈ ഒരു എപ്പിസോഡ് നിവിന്റെ ഇത് കാണിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വെറുപ്പാകും കേട്ടോ. കാരണം ആ രീതിയിലുള്ള പോസ്റ്റുകൾ, വെറുപ്പുകൾ, പ്രത്യേകിച്ച് മറ്റൊരു കണ്ടസ്റ്റൻസിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പോലും അവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കുന്നു, സൗണ്ട് ഉണ്ടാക്കുന്നു, ഒരു ഭയങ്കര എക്സ്പ്രഷൻ ഇടുന്നു. ഇതൊക്കെ ഭയങ്കര സംഭവം. ഔട്ട് വെളിയിൽ വരുന്നത് ജനങ്ങൾ കാണുന്നത് ഭയങ്കര സ്വീകരിച്ചാണ് കാണുന്നതെന്നാണ് ഈ നെവിന്റെ വിചാരം. സത്യം പറഞ്ഞാൽ നെവിന്റെ ഈ കോപ്രായങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇന്ന് തന്നെ ഒരുപാട് കോപ്രായങ്ങൾ ഉണ്ടായത്. അപ്പം അങ്ങനെ ബിഗ് ബോസ് ലാസ്റ്റ് പറഞ്ഞിട്ടാണ് ഈ ഒരു ടാസ്ക് ഈ ഒരു നെവിനെ അവിടെ നിന്ന് പിടിച്ച് എണ്ണീപ്പിക്കുക വരെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും ചോദിച്ചിട്ടില്ല. ഇതൊക്കെ പറയായിരുന്നു, അനുവിന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയായിരുന്നു. അതുപോലെ ആര്യം പറയുന്നുണ്ട് എന്നെ 100% എനിക്ക് ഉറപ്പാണ് എന്നെ പിടിച്ച് പുഷ് ചെയ്ത് അനുമോൾ എന്നെ പുഷ് ചെയ്തിട്ടുണ്ടെന്ന് അവിടെ ഈ ആര്യൻ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം അനു പറഞ്ഞത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തള്ളിയതായിട്ട് പുള്ളിക്കാരിക്ക് എല്ലാം തോന്നുന്നു എന്നാണ് പറയുന്നത്. അതാണ് ലാലേട്ടൻ കൺഫ്യൂസ് ആവുന്നത്. കാരണം ഈ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ക്ലാരിഫൈ ചെയ്ത് അതിനൊരു ഒരു ലാലേട്ടന്റെ ഭാഗത്തു നിന്നൊരു ന്യായമായിട്ടുള്ളൊരു ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം ഈ കണ്ടസ്റ്റൻസ് അത് ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്തത് പറഞ്ഞാൽ മാത്രമേ ലാലേട്ടന്റെ അഭിപ്രായം പറയാൻ പറ്റൂ. കാരണം ലാലേട്ടൻ ഇന്ന് എന്താണ് പറഞ്ഞത്, എനിക്കത് മനസ്സിലായിട്ടില്ലെന്നാണ് പറയുന്നത് അല്ലേ. പക്ഷേ നല്ല ഒരു ചാൻസ് കിട്ടിയാണ്, പക്ഷെ അനു അത് ഉപയോഗിച്ചില്ല. പുള്ളിക്കാരിയുടെ മണ്ടയിലോട്ട് എല്ലാവരും കൂടെ കുതിര കയറി. എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇപ്പം അനു ഒരു ഡൗൺ ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എപ്പിസോഡിനകത്തും അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ലൈവിനകത്തൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് കണ്ടതാണ് അതിലെ നൂറയുമായിട്ട്. ഒന്നാമത്തെ കാര്യം ഈ രണ്ട് ടീംസുമായിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ് അനുവിന്റെ ഗെയിമിനെ തന്നെ അത് ബാധിക്കുന്നത്. പുള്ളിക്കാരി അതുകൊണ്ടാണ് വീക്കായിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊരു ഫ്രണ്ട്ഷിപ്പും അതൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ വീക്കായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇവിടെ അക്ബറിന്റെ കേസ്, ബസ്സിലെ കേസ് പറയുന്നുണ്ട്. ബസ്സിലെ കേസ് പറയുമ്പോഴും അവിടെയും അനുവിന് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുകയായിരുന്നു. കാരണം ഈ ഒരു ഈ ഒരു ഗെയിം ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പാണ് ഇങ്ങനെ അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. തള്ളല്ലി എടുക്കില്ലെന്ന എല്ലാം പറഞ്ഞിട്ടാണ് ഗെയിമിലേക്ക് കയറിയത്. ഗെയിമിലേക്ക് കയറി കഴിഞ്ഞിട്ടും നിരന്തരം ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നു, തട്ടയും മുട്ടയും എടുക്കുകയെല്ലാം ചെയ്ത സമയത്ത് വീണ്ടും പറയുന്നു. അപ്പം അതൊക്കെ പറഞ്ഞിട്ടും ഒരു സ്ത്രീയുടെ മേലെ ചെന്നിട്ട് ഇങ്ങനെ തട്ടയടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യാതെ അനു ഒന്നും പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല. കാരണം അനു എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് വരുന്നില്ല. അത് പുള്ളിക്കാരിയുടെ ആ ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരിക്ക് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞായിരുന്നില്ല, അവിടെ ഇരുന്ന് ഒറ്റ ഒരെണ്ണം വാതുറക്കത്തില്ലായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരിയുടെ ഭാഗത്താണ് ന്യായം. കാരണം ഓൾറെഡി അത് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞതാണ്, തട്ടല് മുട്ടല് എന്നൊക്കെ പറഞ്ഞതാണ്. അത് കൂടാതെ വീണ്ടും ചെന്ന് തട്ടുമ്പോഴത്തേക്ക് ആർക്കായാലും അത് ദേഷ്യം വരും. എന്നിട്ട് അവിടെ പോയിരുന്ന് കരഞ്ഞ് നാടകം കളിച്ചെന്നൊക്കെയാണ് ആര്യനും അതുപോലെ അക്ബർ ഇവരെല്ലാം പറയുന്നത്. അപ്പം അതിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ആക്കി തീർക്കാൻ ഇടവരുത്തിയത് ആരാ? അനു തന്നെയാണ്. പറയുന്ന കാര്യങ്ങൾ നല്ല പോയിന്റ് ഔട്ട് ചെയ്ത് പറയാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അനുവിന്റെ കയ്യിൽ നിന്ന് പോയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ലാലേട്ടൻ ഒരുപാട് അവസരം കൊടുത്തതാണ് പുള്ളിക്കാരിക്ക് പറയാനും എടുക്കാനും. ലാസ്റ്റ് ലാലേട്ടൻ തന്നെ പറഞ്ഞു, എന്തൊരു തള്ളാണ് അനു ഈ പറയുന്നതെന്ന് തന്നെ പറഞ്ഞു. കാരണം ലാലേട്ടന് ക്ലിയർ ആവുന്നില്ല അത്. അപ്പൊ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും, എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിനകത്ത് പുള്ളി ചിലപ്പോൾ ഷൂട്ടിങ്ങിന്റെ ഒക്കെ ലൊക്കേഷനിൽ നിന്നൊക്കെ വന്നുകൊണ്ടായിരിക്കും പുള്ളി ഒരു ലാലേട്ടൻ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലാലേട്ടനെ അല്ല എന്ന് കണ്ട. എന്തോ ഒരു ടയേർഡൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ പുള്ളിക്കാരനൊരു ടയേർഡ്. എനിക്കൊന്ന് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നുകൊണ്ടായിരിക്കും, എവിടെയൊക്കെ ട്രാവലിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം എന്തോ ഒരു എനർജി കുറഞ്ഞൊരു ലാലേട്ടനായിട്ടാണ് ഇന്ന് എനിക്ക് കണ്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം